കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ +2 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ 24-ന്റെ കമന്റ് ബോക്സിലും അല്ലാതെയുമൊക്കെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവുമൊക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. കെമിസ്ട്രി, ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നുണ്ട്. അത്തരമൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു. ഫിസിക്സ് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി. വാരിക്കൊരു A+ നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി. മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയറും നോക്കിപ്പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ, പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിൻ്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. അത്ര ഇപ്പോൾ ഈ ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയ എന്താ, ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവർ തന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു നേരത്തെ ഒരു സാമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടി പ്രിപ്പയർ ആവായിരുന്നു. 40% ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്ത 40% ശരാശരി നിലവാരമുള്ളതും ബാക്കി 20% കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവുമെന്നും രക്ഷിതാക്കൾ. ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി, ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ. അപ്പോൾ അത് അവരുടെ പ്രിപ്പറേഷന് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആ പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നതിലുള്ള ക്വസ്റ്റ്യനല്ല വന്നിരിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റ്യനാണ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല. വരാനിരിക്കുന്ന ഗണിത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ. മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊന്നും രക്ഷിതാക്കളും അധ്യാപകരും എതിരല്ല. പരീക്ഷകൾ കഠിനമാകുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സംഘർഷവും ചെറുതല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുണ്ടാകണം. മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് വിദ്യാർത്ഥികൾ. കൊച്ചിയിൽ നിന്ന് AS അഭിജിത്തിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരെ സത്യത്തിൽ അവരുടെ കോൺഫിഡൻസ് കളയുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വന്നത് എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവിടെ പ്രമീള രക്ഷകർത്താവാണെന്ന് തോന്നുന്നു. പ്രമീള കെ ചോദിക്കുന്നു, പരീക്ഷ സിമ്പിൾ ആയാൽ നിങ്ങൾ എന്ത് പറയും? പ്രമീള, ഇത് സിമ്പിൾ കടുപ്പം എന്ന നിലയിലല്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഒരു മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇടുന്നു. ആ മോഡൽ ക്വസ്റ്റ്യൻ അത് എങ്ങനെയാണ് ബോർഡ് എക്സാമിന് വരുന്നത് എന്നതിൻ്റെ പാറ്റേൺ ആണ് ആ മോഡൽ ക്വസ്റ്റ്യനിലൂടെ കുട്ടികൾക്കുണ്ടാകുന്നത്. അവർക്ക് ബോർഡ് എക്സാം എഴുതാൻ അവരെ പരിശീലിപ്പിക്കുക, അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുക എന്നതാണ് ഈ മോഡൽ പരീക്ഷകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷേ അതിൽ നിന്ന് തികച്ചും ഭിന്നമായി, തികച്ചും വിപരീത സ്വഭാവമുള്ള തരത്തിൽ ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് കുട്ടികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്, അവരുടെ ആത്മവിശ്വാസത്തെ അത് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആശങ്കയോടുകൂടി രക്ഷിതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്. രവികുമാർ ചോദിക്കുന്നു, പലപ്പോഴും സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ വലയ്ക്കുന്നുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ സിലബസിൽ ഇല്ലാത്ത ചോദ്യം, സിലബസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ IQ ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാകാം, പക്ഷേ സിലബസുമായി ചേർന്ന് നിൽക്കാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അതും സ്വാഭാവികമായും കുട്ടികളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കും. നമുക്കറിയാം, വലിയ സമ്മർദ്ദത്തിൻ്റെ നടുവിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആകെ വലയ്ക്കുന്ന, അവരെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ അപ്രതീക്ഷിതമായ രീതിയിലേക്ക് ഇത് മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഡാനിയൽ വർക്കി ചോദിക്കുന്നു, പാവം CBSE ഫിസിക്സ് എഴുതിയ പിള്ളേർ അപ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞുപോയ എക്സാമിനെ കുറിച്ച് ചിന്തിക്കാതെ ഇനി വരുന്ന എക്സാം നന്നായിട്ട് എഴുതൂ, ടെൻഷനൊക്കെ മാറ്റിവെച്ച് എക്സാം എഴുതൂ എന്ന് ഹസീന ഷാജി പറയുന്നു. ഹസീന, ഇത് സ്വാഭാവികമായിട്ടും ഇനി വരുന്ന പരീക്ഷകളിലും ഇത് തന്നെയാണോ ആവർത്തിക്കുക എന്നൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഒരു ആശങ്കയുണ്ടാകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം
കാര്യമില്ല, നമ്മളൊക്കെ പരീക്ഷ എഴുതി വന്നവരാണല്ലോ. ഹർഷൽ ആന്റണി പറയുന്നു എല്ലാവർക്കും കൊടുക്കാൻ A+ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്ന പരിഹാസത്തിൽ ഹർഷൽ ആന്റണി പറയുന്നു. എല്ലാവർക്കും A+ കൊടുക്കണം എന്നല്ല ഹർഷൽ പറയുന്നത്, പക്ഷേ ഒരു രീതി, ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതിന്. ഇപ്പോൾ 40% വളരെ സിമ്പിൾ, 40 ചോദ്യം വളരെ മോഡറേറ്റ് ആയിട്ടുള്ളത്, 20 കട്ടിയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനൊരു പാറ്റേൺ ഇതിൽ പിന്തുടരുന്നുണ്ടോ എന്ന ആശങ്ക രക്ഷിതാക്കൾ പങ്കുവെക്കുന്നു. അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കയാണ്, ന്യായമായ ആശങ്കയാണ്. വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന പരിഭ്രമം എന്താണെന്ന് നമ്മൾ അവരുടെ പ്രതികരണത്തിൽ കേട്ടല്ലോ. ഇനി നമുക്ക് +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് ഇപ്പോഴും പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആശങ്ക എന്താണ്? അവരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം. ബിസിനസ് തുടങ്ങിയപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ 2 മാർക്ക് എത്തിയപ്പോൾ കുറേ ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ ആലോചിച്ച് സമയം കുറേ പോകേണ്ടി പിന്നെ മാത്സ് ദ ഫോളോയിങ് ആയപ്പോഴും കുറേ അത്യാവശ്യം ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ 8 മാർക്ക് എഴുതിയപ്പോൾ അധികം എഴുതാൻ പറ്റിയില്ല. 1 മാർക്കും 2 മാർക്കും ഒന്നും എഴുതാൻ പറ്റിയില്ല. കുറേ നേരം ആലോചിച്ചിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലായത്. പിന്നെ അറിയാൻ പാടാത്തത് വിട്ട് അറിഞ്ഞതൊക്കെ എഴുതി. മാത്സ് നല്ല പേടി. ഇനി വരുന്ന പാറ്റേൺ എങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും നല്ല പേടിയുണ്ട്. ഇളവുണ്ടാവാൻ താല്പര്യമുണ്ട്, ലിബറലാക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാം നോക്കിയിട്ട് പോയ കുട്ടി പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവളുടെ ആത്മവിശ്വാസം ചോരുന്ന രീതിയിലാണ്. ബോർഡ് എക്സാമിൻ്റെ അതേ രീതിയിലുള്ളൊരു പാറ്റേൺ കൊടുക്കുക എന്നുള്ളതാണ് മോഡൽ എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് യാതൊരു ഇതുമില്ല. ഒരു പരീക്ഷ കഴിയുമ്പം അടുത്ത പരീക്ഷ എങ്ങനെ ആവും എന്നുള്ള പേടിയിലാണ്. ഇപ്പം മാത്സിനെ കുറിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്. ബയോമാത്സ് ആണ് മോളെടുത്തിരിക്കുന്നത്. പരീക്ഷയുടെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരു ചെറിയ ക്ലൂ എങ്കിലും അവർക്ക് മോഡൽ എക്സാം നടത്തിയപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു അതിനനുസരിച്ച്. കെമിസ്ട്രിയിലാണെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി ചോദിച്ചിരിക്കുന്ന ആ പ്രോബ്ലം ഒക്കെ ആൻസേഴ്സ് കിട്ടേണ്ട, അതിൻ്റെ പോലും കുട്ടികൾക്ക് അത് ആൻസറൊന്നും കിട്ടാത്ത രീതിയിലുള്ള വളരെ കുഴപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. രക്ഷിതാക്കളാണെന്ന് തോന്നുന്നു ധാരാളം പേർ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. സഫൽ എസ് ബ്രിജേഷ് പറയുന്നു, ഒരു മാറ്റം വരുത്തുമ്പോൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴായിരിക്കണം ആ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, അല്ലാതെ എക്സാമിൻ്റെ 1 മാസം മുൻപിലല്ല. ശരിയാണ്. ലേഖ ജയൻ പറയുന്നു, എന്താണെങ്കിൽ നനഞ്ഞു, ഇനി കുളിച്ചു കയറാൻ, പരീക്ഷ എഴുതാതെ പറ്റില്ലല്ലോ, ടെൻഷൻ ഇല്ലാതെ എഴുതൂ, വിജയിക്കൂ എന്നതാണ്. സ്നേഹ എഴുതുന്നു, റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ ആകും എന്ന് പറയുന്നു. ഇക്ബാൽ ഷിബി പറയുന്നു, എൻ്റെ മകളും ഇന്ന് ഇതേ അഭിപ്രായമായിരുന്നു പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ പലരും സർക്കാർ കൊമേഴ്സിലേക്ക് എക്സാമൊക്കെ അത് എനിക്ക് മനസ്സിലാവുന്നത് എഴുതിയ പോലെ അല്ലല്ലോ, ഇന്നത്തെ പലപ്പോഴും ചോദ്യങ്ങൾ നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ വരുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. പക്ഷേ നേരത്തെ ഒരു രക്ഷിതാവ് പറഞ്ഞതുപോലെ ഒരു മോഡൽ എക്സാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതേ മാതൃകയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അതുകൊണ്ട് അത് എഴുതി പരിശീലിക്കാൻ വേണ്ടിയാണ് മോഡൽ എക്സാംസ് നടത്തുന്നത്. ഇത് മോഡൽ എക്സാമിൽ നിന്ന് വന്ന പാറ്റേണിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയിൽ ബോർഡ് എക്സാമിന് വരുമ്പോൾ അത് കുട്ടികളെ ആകെ അലോസരപ്പെടുത്തും, അവരെ അത് വലിയ സമ്മർദ്ദത്തിലാക്കും. അതാണ് ഈ പരീക്ഷകളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള, കുറെ കൂടി ഉദാരമായ രീതിയിലുള്ള ഒരു വാല്യുവേഷൻ വേണം എന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അത് ഏത് നിലയിൽ പരിഗണിക്കപ്പെടും എന്ന് നമുക്ക് കാത്തിരുന്നു